എന്താണ് ടേസ്റ്റ് ടൈം പ്രഷർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്? നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. ചിക്കൻ മെഴുക്കുവരട്ടി. സാധാരണ നമ്മൾ വെജിറ്റബിൾ ആണ് മെഴുക്കുവരട്ടി ആയിട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് നോൺ വെജ് എങ്ങനെ ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, ചിക്കൻ മെഴുക്ക് വരട്ടി. അപ്പോൾ പ്രേക്ഷകരും ആകാംക്ഷയോടെ ഇരിക്കുക. സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന മെഴുക്ക് വരട്ടി എല്ലാം വെജിറ്റബിൾസ് വെച്ചിട്ടാണ്. പക്ഷേ ചിക്കൻ കൊണ്ട് എങ്ങനെയാണ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് മേജേട്ടൻ പറഞ്ഞുതരാം. എന്തെല്ലാം ഇതിന് ആവശ്യമായ സാധനം? ആവശ്യമുള്ള സാധനം കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, പിന്നെ റെഡ് ചില്ലി ക്രഷ്, ചുവന്ന മുളക് ഇടിച്ചെടുക്കാൻ നമുക്ക് അല്ലാതെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ക്രഷ് ചെയ്യാം. ശരി. പിന്നെ ചുവന്നുള്ളി, ചെറിയ ഉള്ളി ചതച്ചത് ചതക്കുക. അത് മിക്സിയിലിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്താൽ ചെറിയ ഉള്ളി ചതക്കുകയോ മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കുകയോ ചെയ്യാം. പിന്നെ ജിഞ്ചർ, ചെറുതായി നേരത്തെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ഇത് കടുക് ആവശ്യമുണ്ട്, മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക്, പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചിക്കൻ ഇത് എങ്ങനെയാണ് എടുക്കുന്നത്? ചിക്കൻ ബോൺലെസ് ചെയ്യും നമ്മൾ. ബോൺലെസ് ചിക്കൻ ബോൺ നമുക്ക് യൂസ് ചെയ്യാം. ബോൺലെസ് ആകുമ്പോൾ പെട്ടെന്ന് കുക്ക് ആവും. അതിന് വേണ്ടിയാണ് നമ്മൾ ബോൺലെസ് എടുക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോകാം. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യമേ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒരുപാട് ആവശ്യമുണ്ട് അതിലേക്ക്? 3-4 ടീസ്പൂണോളം വേണ്ടി വരും. 4 ടീസ്പൂണോളം വെളിച്ചെണ്ണ. ഇപ്പൊ എത്ര നമ്മൾ ചിക്കനാണ് ഉണ്ടാക്കുന്നത്? ചിക്കൻ ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ ഒരു 250 ഗ്രാം. 250 ഗ്രാം. അതിന് വേണ്ടി ഒരു 4 ടീസ്പൂൺ ഓയിൽ വേണ്ടി. ഓക്കെ. ചില പുതിയ ചട്ടികളാകുമ്പോൾ ഓയിൽ അബ്സോർവ് ചെയ്യും. അപ്പൊ അത് കാരണം കുറച്ച് കൂടുതൽ ഓയിൽ യൂസ് ചെയ്യേണ്ടി വരും. 4 ടീസ്പൂൺ എണ്ണയാണല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇപ്പം നമ്മൾ ഈ ഒരു ചട്ടിയിൽ വെക്കുമ്പോൾ ആണോ 4 ടീസ്പൂൺ, അല്ലാതെ വേറെ പാത്രത്തിലാകുമ്പോൾ ഓയിൽ കുറച്ച് മതിയായിരിക്കും. പുതിയ ചട്ടി ആകുമ്പോൾ പുതിയ ചട്ടിയിൽ ഓയിൽ കുടിക്കും. ശരിക്കും ഓയിൽ കുടിച്ചോണ്ടേയിരിക്കും. അപ്പം പഴയ ചട്ടിയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പഴയ ചട്ടിയാണെങ്കിൽ കുഴപ്പമില്ല. പുതിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ എണ്ണ അതിലേക്ക് പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതിലേക്ക് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം പുതിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മളിപ്പോ എണ്ണ ഒഴിച്ചു, ഇനി എന്താണ് ചെയ്യുന്നത്? ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. ഓക്കെ, ശരി. കടുക് അതിലേക്ക് ഇടുകയാണ്. കുറച്ച് കടുക് ഇട്ടിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ. എത്ര നാളായി ഈ ഒരു കുക്കിംഗ് രംഗത്തേക്ക് എത്തിയിട്ട്? ഞാനിപ്പോൾ 14 കൊല്ലമായി. 14 കൊല്ലമായിട്ട് മേജേട്ടനുണ്ട്. അപ്പം ഇവിടെ എത്തിയിട്ട് വൈത്തിരി റിസോർട്ടിൽ എത്തിയിട്ട് 2 കൊല്ലം ആകുന്നു. എവിടെയെല്ലാം വർക്ക് ചെയ്തത്? ഞാൻ താജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ്. അതിനിടയ്ക്ക് നമ്മൾ ചെയ്ത കാര്യം, കടുകൊന്ന് പൊട്ടിയപ്പോൾ തന്നെ നേരത്തെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി തൊലി കളഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എത്ര നേരം ഇളക്കി കൊടുക്കണം? അതിന്റെ എന്തെങ്കിലും കളർ വ്യത്യാസം വരേണ്ട? ജസ്റ്റ് കളർ വ്യത്യാസം ആകുമ്പോൾ തന്നെ നമ്മൾ കറിവേപ്പില അതിനകത്ത് പെട്ടെന്ന് തന്നെ കളർ വ്യത്യാസം വരും. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അതുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ ഉള്ളി നമ്മൾ മിക്സിയിലിട്ടോ അല്ലെങ്കിൽ ചതച്ചെടുത്തോ എടുക്കുന്ന ചെറിയ ഉള്ളിയെ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഇത് എത്ര ചെറിയ ഉള്ളി വരും? ചെറിയ ഉള്ളി ഒരു 200 ഗ്രാമോളം ചെറിയ ഉള്ളി. 200 ഗ്രാമോളം ചെറിയ ഉള്ളിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കടുകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. 10 മിനിറ്റ് സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഇട്ട സാധനങ്ങളിലായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നല്ലേ? ഏകദേശം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ നമ്മുടെ ചുവന്നുള്ളിയുടെ പച്ച സ്മെൽ അങ്ങ് മാറിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇനി എന്താണ് ഇതിലേക്ക് ചെയ്യാനുള്ളത്? ഇനി അതിനകത്തോട്ട് നമ്മൾ മസാല ആഡ് ചെയ്യാൻ പോവാണ്. മസാലക്കൂട്ടുകൾ ചേർക്കാൻ പോവാണ്. നേരത്തെ വെച്ചിരുന്ന കൃഷി ചെയ്ത് വെച്ചിരുന്ന മുളക് അതിലേക്ക് 2 ടീസ്പൂൺ. അതായത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ച് ഇത് നമുക്ക് കൂട്ടിയിടാം. കൃഷി വെച്ച് മുളക് ചെയ്യുമ്പോഴും നമുക്ക് എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ എരിവിടാം. എന്നാലും ഒരു 2 ടീസ്പൂൺ മുളകാണ് ഇപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഈ ഒരു ഐറ്റം ചിക്കൻ മെഴുക്കുവരട്ടി എന്നെല്ലാം കേൾക്കുമ്പോഴേ സാധാരണ പ്രത്യേകിച്ച് ഇവിടെ വന്നപ്പോഴാണ് ചിക്കൻ മെഴുക്കുവരട്ടി എന്ന് കേട്ടത്. അല്ലാതെ വീട്ടിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കും, അല്ല പല ഹോട്ടലുകളിലും മെഴുക്കുവരട്ടി ഒക്കെ കാണും. എങ്ങനെയാണ് ഈ ഒരു ഐറ്റം? വേറെ എവിടെ നിന്നെങ്കിലും പഠിച്ചെടുത്താണോ? നമ്മൾ തന്നെ സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടൊരു ചെയ്യുന്നതാണ്. ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ചില ഐറ്റംസ് എല്ലാം എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? അങ്ങനെയൊക്കെ നമ്മൾ സ്പെഷ്യലി ചെയ്യാറുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടി വളരെ കുറച്ച്. മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അതൊരു മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബോൺലെസ് ചിക്കൻ ഇതിലേക്ക് ഒരു 250 ഗ്രാം ഉണ്ട്. അത് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതുമായിട്ട് മസാല കൂട്ടുകളും ആദ്യം നമ്മൾ ചേർത്ത കൊച്ചുള്ളിയും
ഇതായിട്ട് ചെറിയ ഉള്ളി എല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർന്ന് അതിനോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. മെഴുക്കുവരട്ടി ഐറ്റത്തിന് ബോൺലെസ് ആയിട്ടുള്ള ഐറ്റത്തിന് ടേസ്റ്റ് കുറവാണ്, ബോൺ വെച്ചിട്ടുള്ളതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലെന്നാണ് മെജോ ചേട്ടൻ പറയുന്നത്. അപ്പം കൂടുതൽ ടേസ്റ്റ് ആവശ്യമുള്ളവർക്ക് ബോൺ വെച്ചിട്ടുള്ള ചിക്കൻ മെഴുക്കുവരട്ടി വീട്ടിലുണ്ടാക്കാം. കുറച്ച് ടൈം എടുക്കും, ഇതിന് കുറച്ച് സമയം എടുക്കും. ഒരു 10 മിനിറ്റോളം സമയം ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി, നമ്മുടെ ചിക്കനും കൂടി ഒന്ന് വെന്ത് വരാൻ വേണ്ടി സമയം എടുക്കും. അത് കഴിഞ്ഞ മിക്സ് ആയി കഴിയുമ്പോൾ പാകത്തിന് ഉപ്പ് പാകത്തിന് ഇടുക. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോൾ ഉപ്പ് പാകത്തിന് ഇടുക. ഇനിയിപ്പോൾ നമ്മൾ ശരിക്കും ഇത് ഫ്രൈ ആക്കി നല്ലതായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി ചിക്കൻ വേകുന്നേരം വരെ ശരിക്കും നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പം ഇത് ഒരു പുതിയ ചട്ടിയാണ്. ഇതിൽ എണ്ണ പിടിക്കുന്നുണ്ടോ? എണ്ണ പിടിക്കുന്നുണ്ടോ ചോദിച്ചാൽ പുതിയ ചട്ടിയില്ല, ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചട്ടിയാണ്ട് എണ്ണ പിടിക്കുന്നില്ല. അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത മസാല കൂട്ടുകളും അതുപോലെ തന്നെ കൊച്ചുള്ളിയും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പം ചിക്കനും ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി ഇതൊന്ന് ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് വെന്ത് കിട്ടും. 10 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ ഇത് ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു അല്ലേ? സ്മെല്ലൊക്കെ കിട്ടി തുടങ്ങി. ഇനി നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ചിക്കൻ മെഴുക്ക് വരട്ടി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ കണ്ടാൽ തന്നെ വായിൽ വെള്ളം മൂറുന്ന ചിക്കൻ മെഴുക്ക് വരട്ടി ഇവിടെ മെജോ ചേട്ടൻ തയ്യാറായി കഴിഞ്ഞു. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പറയാതിരിക്കാൻ വേണ്ടി വയ്യ. അപ്പോൾ പ്രേക്ഷകരും വീട്ടിൽ ഉണ്ടാക്കുക. ഒപ്പം നമ്മുടെ കുക്കറി ബുക്ക്, ടേസ്റ്റ് ടൈമിന്റെ കുക്കറി ബുക്ക് ഓപ്പൺ ചെയ്യുക. ഇനി മെജോ ചേട്ടൻ പറഞ്ഞു തരും എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കേണ്ടതെന്ന്. വെളിച്ചെണ്ണ ഒഴിക്കുക. ഫസ്റ്റ് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് പൊട്ടിക്കുക. ഇഞ്ചി വെളുത്തുള്ളി സോട്ട് ചെയ്യുക. ജസ്റ്റ് അതിൻ്റെ കൂടെ കറിവേപ്പില ഇടുക. ജസ്റ്റ് സോട്ടായി കഴിയുമ്പോൾ then അതൊന്ന് സോട്ടായി കഴിയുമ്പോൾ ജസ്റ്റ് ചുവന്നുള്ളി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ചുവന്നുള്ളി ശരിക്കും മൂത്ത് വന്ന് കഴിയുമ്പം ശരിക്കും അതിൻ്റെ ആ പച്ചക്കുത്തിലെ സ്മെല്ല് പോയി കഴിയുമ്പോൾ തന്നെ നമ്മൾ മസാല ആഡ് ചെയ്യുക. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് ചില്ലി, ടെർമറിക് പൗഡർ, ചില്ലി പൗഡർ സോട്ട് ചെയ്യുക. ജസ്റ്റ് മസാല സോട്ടായി കഴിയുമ്പം ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് ശരിക്കും ഡ്രൈ ആകുന്നിടം വരെ വരട്ടി എടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് സ്പൈസി ഫുഡാണ്. പിന്നെ സ്പൈസി ഇപ്പം നമുക്ക് കൂടുതൽ എരിവ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എരിവ് കുറച്ച് ഉപയോഗിച്ചാൽ മതിയായിരിക്കും. മുളക് ഇടുമ്പോൾ അതിൻ്റെ അത് കുറച്ചിട്ടാൻ വേണ്ടി വരുമായിരിക്കും. അപ്പം ടേസ്റ്റ് ടൈമിന്റെ കുക്കറി ബുക്കിൽ ഒരു ഐറ്റം കൂടി ഉണ്ടായി. നിങ്ങളിത് ട്രൈ ചെയ്യുക. അടുത്ത ഐറ്റവുമായി തിരിച്ചു വരുന്നതായിരിക്കും. ഷോർട്ട് ബ്രേക്ക്.